ഹലോ ഗൈസ്, ഇന്ത്യ വീണ്ടും ഒരു ലോക്ക്ഡൗണിലോട്ട് പോവുകയാണ്. അതെ, കഴിഞ്ഞ ദിവസം നമ്മുടെ നരേന്ദ്രമോദിജി പാർലമെൻറ്റിൽ പറയേണ്ടായി കോവിഡ് പാൻഡമിക് ലോക്ക്ഡൗണിന് സമാനമായ ഒരു ലോക്ക്ഡൗണിലോട്ട് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാനാണ് നമ്മളോട് പറയുന്നത്. അതായത് എനർജി ഷോർട്ടേജ് ലോക്ക്ഡൗൺ. दुनिया में जो कठिन हालात बने हैं उनका प्रभाव लंबे समय तक बने रहने की आशंका है। हम कोरोना के समय भी एकजुटता से ऐसी चुनौतियों का सामना कर चुके हैं। अब हमें फिर से उसी तरह तैयार रहने की आवश्यकता है। ഇറാൻ ഇസ്രായേൽ വാർ ഇന്ത്യയെ എല്ലാം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാക്സിമം നമ്മൾ കുറച്ച് കാര്യങ്ങൾ കരുതിയിരിക്കേണ്ടതായിട്ടും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്യുക. ഫസ്റ്റ് വൺ, ക്യാഷ്, പൈസ മാക്സിമം നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. അതായത് ഇപ്പോൾ ബാങ്കുകളിലൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് വിഡ്രോ ചെയ്ത് വെക്കുക. കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനോ ട്രാൻസാക്ഷനോ നടക്കത്തില്ല. അതുപോലെ ഫ്യൂവൽ മാക്സിമം നിങ്ങളുടെ വണ്ടികളിലെല്ലാം ഫുൾ ടാങ്ക് നിറച്ച് വെക്കുക. എക്സ്ട്രാ നിങ്ങൾ കുറച്ച് ഫ്യൂവൽ നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ കേടുവരാത്ത ഫുഡുകൾ മാക്സിമം നിങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുക. ഫൈനലി എനിക്ക് പറയാനുള്ളത്, പൈസ വയ്ക്കുക, അനാവശ്യമായിട്ട് ചിലവാക്കാതെ കയ്യിൽ സൂക്ഷിച്ച് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് വാറെല്ലാം അവസാനിച്ച് സമാധാനം ഉണ്ടാവട്ടെ. കാരണം എത്രയോ പ്രവാസികൾ ഒരുപാട് പ്രതീക്ഷകളോട് കൂടിയിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ എല്ലാം ഓക്കെ ആയിട്ട് നമ്മൾ പഴയൊരവസ്ഥയിലോട്ട് തിരിച്ചു വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, ബൈ.